ഹലോ ഗൈസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അതായത് കൃഷ്ണൻ കാളിയുടെ മാനിഫെസ്റ്റേഷൻ ആണെന്ന്. ആ വീഡിയോയിൽ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് ഇവർക്ക് തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. ആ റീലിനകത്ത് കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, ഇതിനെപ്പറ്റി അറിയണം, കൂടുതൽ അറിയണം. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസിലും എനിക്ക് പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്ന്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയത് ആണ് ഈ സംഭവം. എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം എനിക്കിതിനെപ്പറ്റി മുന്നേ അറിയില്ലായിരുന്നു. പക്ഷേ ഞാനിത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, എസ്പെഷ്യലി വെസ്റ്റ് ബംഗാളിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവർ ഈ ദുർഗാപൂജ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളുകാർക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഫേമസ് ഫെസ്റ്റിവൽ തന്നെയാണ് ബംഗാളിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ ബംഗാളിൽ പോയിട്ട്, ആ സമയത്ത് വെക്കേഷൻ ബംഗാളിൽ പോയ സമയത്ത് അവനൊരു ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിനകത്ത് കൃഷ്ണൻ, ഈ പറയുന്ന കൃഷ്ണൻ, നമ്മൾ കാണുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ നിൽക്കണല്ലേ കണ്ടേക്കണേ, ആ കൃഷ്ണന് അതേ സെയിം സ്ട്രക്ചറിൽ കാളി നിൽക്കുന്നു. അതായത് 4 കൈയുള്ള കാളി, കയ്യിൽ ഓടക്കൂടിലൊക്കെ ആയിട്ട്, കഴുത്തിൽ 54 തല വെട്ടിയ മാലയൊക്കെ ആയിട്ട് അതേ പോസ്റ്ററിൽ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇവനോട്, എടാ ഇത് കൃഷ്ണനാണോ കാളിയാണോ എന്ന് ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു, അല്ല, ഇത് കൃഷ്ണകാളി എന്ന് പറയുന്നൊരു സങ്കല്പമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഡെഫിനറ്റ്ലി ഇത് നിങ്ങളോട് എത്തിക്കണം എന്നുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ടോപ്പിക്ക് എത്തിക്കുമായിരുന്നു നിങ്ങളോട്ട്, അത് വേറെ കാര്യം. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ സാൻസ്ക്രിറ്റ് ആണ് ഇതിനകത്ത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇവർക്ക് കുറേ സിമിലാരിറ്റീസ് ഉണ്ടെന്ന്. ഒന്നാമത്തെ സിമിലാരിറ്റി, അതായത് കൃഷ്ണന്റെ കളർ എന്താണ്? ഇരുണ്ട നിറം എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. ശരിക്കും കൃഷ്ണന്റെ കളർ എന്ന് പറയുന്നത് ശ്യാമവർണ്ണനാണ്. ശ്യാമ എന്ന് പറയുന്നത് നൈറ്റ് സ്കൈൻ്റെ കളർ, അല്ലെങ്കിൽ വോയിഡ് സ്പേസിന്റെ കളർ. ശരിക്കും ബ്ലാക്ക് അല്ല, അത് കുറച്ചും കൂടി ഒരു ബ്ലൂയിഷ്, ഡാർക്ക് ബ്ലൂയിഷ് കളറാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സെയിം കളർ തന്നെയാണ് കാളിയുടെ കളർ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃഷ്ണനായാലും കാളിക്കായാലും ഇവർക്ക് യൂസ് ചെയ്യുന്ന മന്ത്രാസിലല്ല, ബീജ സൗണ്ട് ഒന്നാണ്, ക്ലീൻ. ബീജമന്ത്രാസ് ചോദിച്ചു വരരുത്, ഞാൻ പറഞ്ഞു തരില്ല. കാരണം ഇതൊക്കെ ഒരു ഗുരുവിൽ നിന്നും ഇത് ചെയ്യേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് ബീജമന്ത്രാസ് ചോദിച്ചാലും വരരുത്. അതേപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ രണ്ടുപേരും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ധർമ്മത്തെ പരിപാലിക്കില്ല കഴിഞ്ഞിരുന്നത്. അതായത് അഹന്ത നീക്കം ചെയ്യുക, ധർമ്മത്തെ കൊണ്ടുവരിക. കൃഷ്ണൻ ലീലയിലേക്ക് കൂടി ചെയ്തു. ആ സമയത്ത് കാളി എന്ത് ചെയ്തു? ഉഗ്രരൂപിയായിട്ട്, അതായത് ഫിയേഴ്സ് രൂപത്തിൽ തമസിക്കിലേക്ക് കൂടെ ചെയ്തു. ഓക്കെ, ഇതാണ് അവർക്ക് തമ്മിലുള്ള കോമൺ സിമിലാരിറ്റീസ്. ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഓക്കെ, കുറച്ച് തന്ത്രാസിൽ കുറേ തന്ത്രാസ് ഉണ്ട്. അതിനകത്ത് ഒരു തന്ത്രമുണ്ട്, തൊടല തന്ത്ര. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൃഷ്ണൻ ഈ പറയുന്ന കാളിയുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. എന്ത് മാനിഫെസ്റ്റേഷൻ? മസ്കുലിൻ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എന്നാണ് തൊടല തന്ത്രത്തിൽ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, അതായത് ഈ കൃഷ്ണനും രാധയും, അതേപോലെ തന്നെ ശിവനും പാർവതിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണല്ലോ കാളി. അപ്പോൾ ശിവനും കാളി എന്ന് പറയും. ഓക്കെ, ഈ ശിവനും കാളിയും എന്ന് പറഞ്ഞ സെയിം കോൺസെപ്റ്റിൽ തന്നെയാണ് രാധയും കൃഷ്ണനും നിന്നത്. ശരിക്കും കൃഷ്ണൻ മാസ്കുലിൻ ആയിട്ടുള്ള കാളി, രാധ എന്ന് പറയുന്നത് ശിവൻ. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് കൃഷ്ണന്റെ രാധയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കൃഷ്ണന്റെ പത്നി ആയിരുന്നില്ലല്ലോ, ശിവന്റെ പത്നി ആയിരുന്നില്ലേ കാളി അല്ലെങ്കിൽ പാർവതി? അതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രാധ കല്യാണം കഴിച്ചത് രാധയുടെ കളിക്കൂട്ടുകാരൻ തന്നെയായിരുന്നു അയൻ ഘോഷിനെ പണ്ടേ തുടങ്ങി ഈ പറയുന്ന കൃഷ്ണന്റെയും രാധയുടെയും സൗഹൃദ ബന്ധത്തിൽ അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നില്ല അയൻ ഘോഷ്. ഓക്കെ, ഒരു ദിവസം ഈ പറയുന്ന കൃഷ്ണനും രാധേനെയും കൈയോടെ പിടികൂടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത്, കൃഷ്ണൻ രാധ തന്നെയായിരുന്നു അവിടെ നിന്ന് നിൽക്കുന്നുണ്ടെന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാധ പൂജിക്കുന്നത് കാളിദേവിനെയാണ്. ആ കാളിദേവിയായിട്ട് കൃഷ്ണൻ മാറിയിട്ടുണ്ട്. ഇതൊരു കഥ. അതുപോലെ വേറൊരു കഥ എന്ന് പറയുന്നത്, ഈ വിഷ്ണുവിന് 10 അവതാരാസ് ഉണ്ട്. അതേപോലെ തന്നെ ശക്തിക്കും 10 അവതാരാസ് ഉണ്ട്. അതായത് ദശമഹാവിദ്യ, അതിനകത്ത് ഒരു വിദ്യ തന്നെയാണ് കാളി. അതുപോലെ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് കൃഷ്ണനും. അങ്ങനെ ഒരു സിമിലാരിറ്റി വന്നു. ഇനി ബംഗാളികളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ വേറൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. അതൊരു
ഒരു എന്താ കുറച്ചും കൂടി ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ആക്ച്വലി. അതായത് ഭദ്രയോനി തന്ത്ര എന്ന് പറയുന്ന തന്ത്രത്തിനകത്ത് പറയുന്നത് സാക്ഷാൽ മാ കാളിയുടെ യോനി കൊണ്ടുപോയിട്ട് ഒരു പീകോക്കിന്റെ ഫെദർ മയിൽപ്പീലിയിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. അതായത് വാസുകിയുടെ വയറ്റിലോട്ട് അടുത്ത ഇത് ജനിക്കുമ്പോൾ കൃഷ്ണനായിട്ട് ജനിക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്തു എന്നാണ് ഈ പറയുന്ന ഭദ്രയോനിയിൽ പറയുന്നത്. ഇതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 2 കോയിന്റെ അപ്പുറത്തും ഇപ്പുറത്താണെന്ന് പറഞ്ഞു. ഒരാള് സാത്വികാണ്, ഒരാൾ തമസിക്കാണ്. അതായത് കൃഷ്ണൻ സാത്വികാണ്, കാളി തമസിക്കാണ്. കൃഷ്ണൻ ലീലയാണ്, ആ സമയത്ത് കാളി താണ്ഡവാണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടും ഒന്നാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഇവർ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്വൈത്, അതായത് ഒറ്റ എനർജി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് നോൺ ഡുവാലിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഈ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കൃഷ്ണൻ കാളിയുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. തർക്കിക്കാൻ വരാം, പക്ഷെ ഞാൻ കണ്ടെത്തിയൊരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം ഇത്, കണ്ടെത്തിയ കാര്യമല്ല, തോന്നിയൊരു കാര്യം ഇത് തന്നെയാണ് ആക്ച്വലി. കൃഷ്ണൻ കാളിയുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. കാരണം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി വെസ്റ്റ് ബംഗാൾ സൈഡ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചു നോക്കിക്കോ. അവരും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. എനിക്ക് അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കണ്ടെത്തിയ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. കാരണം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പുറകെ പോയിട്ട് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.